ഞാൻ സീറോ. സോറി, ഇത് വിളിപ്പേരാ. ചെമ്മീനിലെ പരീക്കുട്ടിയിലല്ലാതെ ഇതുപോലൊരു മുഖം മുമ്പാരും കാണാൻ വഴിയില്ല. അതിന് കാരണം എന്താന്ന് വെച്ചാ ബെറ്റ്. വെറുതെ തോക്കണോ? ചുമ്മാ ഡയലോഗ് അടിക്കാതെ കളത്തിലിറങ്ങടാ. ഡീൽ. കളത്തിലിറങ്ങടാ. കളത്തിലിറങ്ങടാ. പൊളിച്ചു മച്ചാനെ. Come on, come on, come on. Come on മച്ചാനെ. Come on. മച്ചാനെ, come on. Come on. മറിച്ചേക്ക് ഒന്നും നോക്കാനില്ല. ഒന്നും എന്തൊക്കെയായാലും തോറ്റു കൊടുക്കാൻ എന്നെ കിട്ടില്ല. വീണ്ടും പറ്റ്. ചെസ്സിന്. ചെസ്സാ? കളി അറിയില്ലെങ്കിൽ എണീറ്റ് പോടാ. ആടോ, ഞാൻ കളിക്കാം. ഇവനാ ഈ കഥയിലെ വില്ലൻ. ഒരു കണക്കിന് പറഞ്ഞ എന്റെ കണ്ണിലെ കരട്. എന്നെ ആദ്യമായിട്ട് സീറോ എന്ന് വിളിച്ചത് ഈ കാലമാടനാ. അങ്ങനെ ഞാൻ ദയനീയമായി വീണ്ടും തോറ്റു. പിന്നെ കൂടെ നിന്നമാരുടെ പൊടി പോലുമില്ല. എന്റെ വാതുവെപ്പിന്റെ ക്ലൈമാക്സിലെല്ലാം ഇതുപോലെയായിരുന്നു. ദയനീയ പരാജയം. എന്നാലും ലൈഫിൽ തോൽവികളുണ്ടാകാം എന്ന് വെച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? പക്ഷെ ചില കാര്യങ്ങളിൽ നമ്മൾ ടെൻഷൻ അടിച്ചു പോകും. ദാ ഇതുപോലെ അന്നൊരു എക്സാമിന്റെ ദിവസമായിരുന്നു. ധൃതി പിടിച്ചുള്ളൊരു ഓട്ടം. എന്താടാ എന്തുട്ടാടാ കഥകളി കാണിക്കണേ?
ഇത് കുക്കുടൻ സാറ്. മന്ത്രവാദിന്ന് മറ്റൊരു പേരുണ്ട്. ആള് മുഖം നോക്കാതെ നടപടിയെടുത്തു. ഭയങ്കര സ്ട്രിക്റ്റാ. കണ്ടാടാ. അമ്പോ. സാറേ എക്സാം. ഇപ്പൊ സമയം എത്രയായി? വാച്ചോടുന്നില്ല സാർ. ആ ചത്ത വാച്ചും നീയും കണക്കാ. കേറി പോരെ. ഭാഗ്യത്തിന് കുക്കുടൻ എക്സാമിന് കയറ്റി. ക്വസ്റ്റ്യൻ പേപ്പർ ചതിച്ചു. കോപ്പി അടിച്ചേ പറ്റൂ. ആഹാ, സുന്ദരി ആയിട്ടുണ്ടല്ലോ കൊച്ചു കള്ളി. സ്വസ്ഥായിട്ട് വായി നോക്കാനും സമ്മതിക്കില്ല. ചേറ്റ. എന്തുവാടാ ഇത്? എല്ലാത്തിനോടും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കോപ്പി അടിക്കാൻ ശ്രമിച്ച എന്നെ അറിയാലോ. ഞാൻ ഭയങ്കര സ്ട്രിക്റ്റാ. ഇതിനു മുമ്പ് കോപ്പി അടിച്ച 10 പേരെ ഞാൻ ഡിബാർ ചെയ്തിരിക്കുന്നത്. വെറുതെ എന്നെ കൊണ്ട് കടും കൈ ചെയ്യിപ്പിക്കരുത്. മര്യാദയ്ക്ക് എക്സാം എഴുതിയില്ലെങ്കിൽ എല്ലാത്തിനും ഡിബാർ ചെയ്യും. അങ്ങനെ പ്രതീക്ഷകളെല്ലാം ഒലിച്ചുപോയി. പക്ഷേ ദൈവം ഞങ്ങളെ കൈവിട്ടില്ല. നോക്കിയടാ. പിന്നെ അങ്ങോട്ട് ആഘോഷത്തിന്റെ പൊടി പൂരായിരുന്നു. പക്ഷേ എനിക്ക് മാത്രം കണ്ടകശനിയായിരുന്നു എല്ലാ അർത്ഥത്തിലും. നടക്കടാ പ്രിൻസിപ്പലിന്റെ അടുത്തേക്ക്. നീ ഒന്നും പറയണ്ട. ഞാൻ എക്സാം എഴുതിക്കോട്ടെ സാർ. നീ ഒന്നും പറയണ്ട സാർ. ഇതൊക്കെ സഹിക്കാം. ഇതിലും വലിയൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അന്ന് ഞാൻ രണ്ടും കൽപ്പിച്ചായിരുന്നു.
ഒരു കാര്യം, ഇഷ്ടാണോ അല്ലെന്ന് എന്തെങ്കിലും ഒന്ന് പറ. ഇഷ്ടല്ല. അങ്ങനെ പറയരുത്. അങ്ങനെ പറയൂ. ഇവളെ കൊണ്ട് ഇഷ്ടം പറയിക്കാൻ എന്താ ഒരു വഴി? പോടാ കുക്കുട. വന്നു വന്ന് ഇവിടെയും കച്ചറ സീനായി. ഒരു ഇഷ്ടമല്ലേ അത് പറഞ്ഞ ആകാശം ഇടിഞ്ഞു വീഴും. ഈശ്വര, ഒരു വഴി കാണിച്ചു തരണേ. ആ, കിട്ടി. ഇഷ്ടം പറയാണ്ട് വിടില്ല മോളെ. ഒന്നും പറയാനില്ല. അവള് തൻ്റെ ഇടം കാണിച്ചു. നൈസ് അടിയായിരുന്നു. ഞാൻ ഇവിടെയും തോറ്റു. ഈ ക്ലൈമാക്സ് എന്തായാലും കുക്കുടന് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഓരോ കാര്യങ്ങളും എന്നെ മാനസികമായി തളർത്തിക്കൊണ്ടേയിരുന്നു. മനസ്സിൽ ഇരുട്ട് കയറാതിരിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. പക്ഷെ ഞാനൊരു സീറാണെന്ന് ചിലപ്പോഴൊക്കെ തോന്നിപ്പോകും. ഒരു ബിഗ് സീറോ. ഉപദേശിക്കാണെന്ന് നീ വിചാരിക്കരുത്. നീ ഇങ്ങനെ പോയ ഗതി പിടിക്കില്ല. ഇനിയെങ്കിലും ഒരു ജോലി വാങ്ങിച്ച് സ്വന്തം കാര്യം നോക്കും. കുക്കുടം പറഞ്ഞത് ശരിയാണ്. ഒരു ജോലി കിട്ടിയാൽ തീരാവുന്നതേ ഉള്ളൂ എൻ്റെ പ്രശ്നങ്ങൾ. യെസ്, ഗുഡ് ബൈ. ഛേ, കണ്ടാടാ. അയ്യോ, ഇന്റർവ്യൂ. ഛേ,
വെറുതെ മനുഷ്യന്റെ ഉറക്കം കളഞ്ഞു കോപ്പ്. ആ ചേട്ടാ ഒരു കാര്യം പറയട്ടെ. എന്താടോ? ചേട്ടൻ ഇവിടെ ജോലി ചെയ്യുന്ന വേണ്ടി കുറെ നാളായില്ലേ. ചേട്ടൻ വിചാരിച്ചാൽ എനിക്കിവിടെ ജോലി സെറ്റപ്പ് ആക്കി തരാൻ പറ്റുമോ? അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ തൊപ്പിയും വെച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഒന്ന് പോടാ പിന്നെ കയ്യവിടന്ന് വന്നടാ. വീണ്ടും ചമ്മി വേണ്ടായിരുന്നു. ഇവനോ? എടാ സീറോ, നീ എന്താ ഇവിടെ? സീറോ നിന്റെ തന്ത. ഒന്ന് പോടാപ്പാ. കോളേജിൽ കിടന്ന് കളിക്കണവര് ഇവിടെ കിടന്ന് കളിച്ചാണ്ടല്ലോ എന്റെ കൈയുടെ ചൂട് നീ അറിയും പന്നി. നീ ഒലത്തും. ചെല്ല്, വിളമ്പി വെച്ചിട്ടുണ്ട്. നിന്നെ ഞാൻ പിന്നെടുത്തോളാം. ഗോവിന്ദ. Sorry, you are not qualified. സോറി അളിയാ, ഇവിടുത്തെ മാനേജറെ എൻ്റെ അമ്മാവനാ. അപ്പ പിന്നെ ഈ ജോലി എനിക്ക് തന്നെയാന്ന് ഉറപ്പിച്ചില്ലേ? ശരി അളിയാ, വരട്ടെ. കോളേജിലെ എൻ്റെ ശത്രു എല്ലാ അർത്ഥത്തിലും എന്നെ ജയിച്ചപ്പോൾ കാര്യങ്ങൾ കൂടുതൽ സീരിയസ് ആയി. വെൽക്കം ബാക്ക് ടു ദി ഷോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന യൂത്ത് സ്പെഷ്യൽ ഷോ ആണ്. അതൊരു കാര്യം കൂടി ചോദിക്കട്ടെ, നിങ്ങൾ പരാജയങ്ങൾ മൂലം കടുത്ത നിരാശയിലായിട്ട് ഇരിക്കുകയാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ മാനസിക പിരിമുറുക്കത്തിലേക്ക് നിങ്ങൾ പോകും. അതിനെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ അവസാനം ഒരു വിഷാദ രോഗിയൊക്കെ ആയിത്തീരും. അതുകൊണ്ട് ഞാൻ പറയണ അങ്ങോട്ട് കേൾക്കുക, എത്രയും പെട്ടെന്ന് ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണൂ. ഈസി ആയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അങ്ങ് പരിഹരിക്കുന്നേ. പിന്നീട് അങ്ങോട്ട് ഞാൻ എന്നെ തന്നെ അറിയാനുള്ള ശ്രമത്തിലായിരുന്നു. സാറേ, ഈ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ രാജീവ് 34 പേഷ്യന്റിനെ കൊണ്ടുവന്നുണ്ടോ? ഞാൻ തന്നെ പേഷ്യന്റ്. ആ അപ്പോ ഇതൊക്കെയാണ് നിന്റെ പ്രശ്നങ്ങളല്ലേ? അപ്പോ ആത്മഹത്യ ചെയ്യാനൊക്കെ തോന്നാറുണ്ട്? അങ്ങനെ ചോദിച്ചാ തോന്നാറുണ്ട്. തോന്നാറുണ്ടല്ലേ? ഇവിടെ ഭൂകമ്പം, സുനാമി ഇവയൊക്കെ ഉണ്ടാകാറുണ്ട്. എന്തിനേറെ ഇവിടെ തന്നെ 500ഓളം ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്. ഈ കണ്ട വലിയ പ്രശ്നങ്ങൾക്കിടയിലെ തന്റെ ചെറിയ പ്രശ്നം ചുണ്ണാമ്പിലിടാൻ കൊള്ളാം. ഡോക്ടർ, ഞാൻ സീരിയസ് ആയിട്ടാ. സീരിയസ് പോലും സീരിയസ്. താനിത് കണ്ടോ? തന്നെ പോലെ നിസ്സാര കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ പുസ്തകം. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, സ്വാമി വിവേകാനന്ദ. ഇനി താനിത് കയ്യിലോട്ട് വെക്ക. ചെല്ല്, ഇനി തന്റെ പ്രശ്നങ്ങളൊക്കെ മാറിക്കോളും. ആ അയാളുടെ കൂപ്പിൽ ഉപദേശം. ഓ നനച്ചിരിക്കാതെ ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ ജീവിതത്തിൻ്റെ കണക്കൂട്ടുകൾ തെറ്റിക്കും. ആ കാഴ്ച എന്നെ വല്ലാതെ ഞെട്ടിച്ചു. തന്റെ ചെറിയ പ്രശ്നം ചുണ്ണാമ്പിലിടാൻ കൊള്ളാം. ഡോക്ടർ, ഞാൻ സീരിയസ് ആയിട്ടാ. ഇങ്ങോട്ട് വാ. വാവയുടെ പേരെന്താ? പേരില്ലേ? പറ.
മോളെ, ഇവളുടെ പേര് മാളൂന്നാ. ഇവക്ക് സംസാരശേഷി ഇല്ല. വരട്ടെ മോനെ. ചോദിക്കാതെ കിട്ടിയ ഈ സമ്മാനത്തിന് ഒരുപാട് മധുരമുണ്ടായിരുന്നു, ജീവിതത്തിലെ മധുരം.